അവരെ ഷഹാദത്ത് ബാത്തിലാണ്. എന്തുകൊണ്ട്? അവർ മക്ബറയിൽ പോയി അൽ ഫാത്തിഹ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടത്തെ മൊല്ലാക്കന്മാരൊക്കെ ഷഹാദത്ത് ബാത്തിലായവരാണ്. ഈ ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞതാ, കേട്ടോളൂ. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ മുനാരത്തിൽ വെച്ച അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ബാങ്ക് കഴിഞ്ഞു. അപ്പോഴേക്കും പള്ളിന്റെ മുറ്റത്തൊരു കാർ വന്നു നിന്നു. തൊട്ടടുത്തൊരു ദർഗയുണ്ട്. ആ കാറിൽ കുറച്ച് ആൾക്കാർ വന്നിറങ്ങി. മുഅദ്ദിൻ വന്നിട്ട് ചോദിച്ചു, എന്താ വിഷയം? നമുക്കൊന്ന് ദർഗയിലേക്ക് പോകണം. മുഅദ്ദിൻ അവരെയും കൂട്ടി ദർഗയിൽ കയറി അൽ ഫാത്തിഹ, തങ്ങളെ നിങ്ങളെ ബർക്കത്ത് കൊണ്ട് ചോദിക്കാൻ കുറച്ച് ആള് വന്നിട്ടുണ്ട്, നിങ്ങൾ കനിയണം, നിങ്ങൾ കൃപ കാണിക്കണം, നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് ശുപാർശ പറയണം. അൽ ഫാത്തിഹ. ഷഹാദത്തിൽ ലംഘിച്ചില്ല അയാള് മുനാരത്തിൽ വെച്ച് പറഞ്ഞത് എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പം പറഞ്ഞത് ദർഗയിലെ തങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നടക്കണമെന്ന്. അയാളെ ഷഹാദത്ത് ബാത്തിലായില്ലേ? അയാൾ അല്ലാഹുവിന്റെ കരാർ ലംഘിച്ചില്ലേ? എന്താ സുഹൃത്തുക്കളെ ഈ കാര്യം മനസ്സിലാക്കാത്തത്? മിമ്പറുകളിൽ ഷഹാദത്ത് കേട്ടോ, ഷഹാദത്ത് ബാത്തിലായി എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം അല്ല. ഇയാൾ മുടിപ്പിന്റെ പ്രസംഗത്തിലും പറയുന്നുണ്ട് കൂടുതൽ ഷഹാദത്ത് 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 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അതൊക്കെ മൂപ്പര് അറിഞ്ഞിട്ടേ പറയാണ്, ഷഹാദത്തൊക്കെ അറിയുന്നുണ്ടാവും. സത്യത്തില് മൂപ്പർക്ക് ഷഹാദത്തിന്റെ അർത്ഥം അറിയില്ല. ഞാനാകെ നെട്ടിപ്പോയി. ഷഹാദത്തിന്റെ അർത്ഥം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിന്റെ മയന എന്തെന്ന് ചോദിച്ചാൽ ഈ സദസ്സ് മുഴുവനും പറയില്ലേ? ആരാ പറയാത്തത്? എല്ലാവരും പറയും. അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനില്ല. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു. മദ്രസയിൽ ഞങ്ങൾ പഠിക്കല്ലേ നമ്മൾ അല്ലേ? എന്നാ മൂപ്പര് അർത്ഥം വെക്കുന്നത് പിന്നെ മൂപ്പര് ഈ ശിർക്കും കുഫറാക്കാതിരിക്കോ? മൂപ്പര് എന്തോന്ന് വിചാരിച്ച് ഷഹാദത്ത് മൂപ്പര് അർത്ഥം വെക്കുന്നത് കേട്ടോളൂ. ഷഹാദത്ത് ബാത്തിലാക്കിയ വഴി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അത് പുനർനിർമ്മിക്കണം. അതാണ് സലഫിയത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ദുർബലപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഷഹാദ? അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഞാൻ അല്ലാഹ് ഉറപ്പ് കൊടുക്കുന്നു. എന്താ തെളിയിക്കുക? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എന്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ അത് എന്റെ അല്ലാഹുവിനോട് മാത്രമേ പറയുകയുള്ളൂ. എന്റെ അല്ലാഹനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ. കേട്ടോ, അങ്ങനെ ഒരു മായനുണ്ട്. ഉസ്താദ്, മഹാനായ മോളൂർ ഉസ്താദ് ഇവിടെയുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് അങ്ങനെ ഒരു മായന, ഒരു കീല പോലും കാണിക്കാൻ കഴിയോ? ഇനി ചുയലി ഇതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചുയലിയോട് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അർത്ഥം ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ വേണ്ട, ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഒരു വാക്കുകൊണ്ട് അങ്ങനെ ഒരു മഅന ഷഹാദത്ത് കലിമക്കുണ്ട് എന്ന് തെളിയിക്കാൻ ചുയലി അബ്ദുള്ള മൗലവിക്കും അതിനെ കൊണ്ടുവന്നവർക്കും സാധ്യമാണോ? കഴിയില്ല. ഇതൊക്കെ വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് കഴിയില്ലെന്ന് മാത്രമല്ല, ആ വിവരക്കേട് ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. എല്ലായിടത്തും അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നേ ഉള്ളൂ, അതിൽ ഷഹാദത്ത് സംഭവം ഈ ഷഹാദത്താ, ഇസ്ലാമുമായി ബന്ധമില്ലാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്. അവരെവിടെയെങ്കിലും സ്റ്റേജിൽ കയറി ഷിർക്ക്, തൗഹീദ്, ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തോ വേറെ കടയിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ദീനുമായി അതിനൊരു ബന്ധവുമില്ല. കേരളത്തിലൊരു മൗലവി ഉണ്ടായിരുന്നു, സക്കരിയ സ്വലാഹി.